അറിയാതെ പറയാതെ എന്ന് പറഞ്ഞ വാഴ 2 ഒരെണ്ണം പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ടാണ് ഇവര് ഈ ബാലനിൽ പാടാൻ വിളിച്ചത്. ഇപ്പോൾ എൻ്റെ സെക്കൻഡ് സോളോ ആണ്. ചെമ്പഴുക്ക തൊട്ടടുത്ത് അമ്പലം കൂട്ടുന്നതാര്, ചെമ്പരത്തി കമ്പു കൊണ്ട് അമ്പു കുലയ്ക്കണതാര്, അങ്ങ് തൊട്ടേ ഇങ്ങ് തൊട്ടേ അക്കുത്തിക്കുത്തോടുമാരാ. ഈ വാഴ 2 മ്യൂസിക് ഡയറക്ടറില്ലേ, അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് കോറസ് പാടിക്കൊണ്ടിരുന്നപ്പോഴാണ് പർവ്വതിശങ്കള് എൻ്റെ വോയിസ് ഇങ്ങനെ ഭയങ്കര ക്യൂട്ടായതുകൊണ്ട് സെലക്ട് ചെയ്തത്. അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ നല്ല സാഡായിട്ട് പാടണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നല്ല രസമായിരുന്നു എന്ന് പറഞ്ഞു പാടുന്നത്. അപ്പൊ ബാലനല്ലേ, ഒരു ആൺകുട്ടിനെ കൊണ്ട് പാടിക്കണമെന്നായിരുന്നു. പക്ഷെ ഇവളുടെ വോയിസ് ആ ക്യാരക്ടറിലേക്ക് അതൊരു ഭാഗ്യം എന്ന് പറയുന്ന എലമെന്റ് ഇതിൽ കടന്ന് കളിക്കുന്നതാണ്. ബാക്കി എല്ലാ ലാംഗ്വേജിലും ആണാ പാടിക്കുന്നത്. ഇത് മാത്രമേ ഉള്ളൂ ബാലൻ ഒറിജിനൽ വേർഷൻ മലയാളത്തിൽ മാത്രമേ നീള പാടിയിട്ടുള്ളൂ. കണ്ടു കണ്ടു താക്കോല്, കുഞ്ഞന്തവളയുടെ താക്കോല്, നാട്ടിൽ തെണ്ടി നടക്കുമ്പോൾ കാണാതായൊരു താക്കോല്, കാണാതായൊരു താക്കോല്, മണ്ണ് കുഴിക്കും ഞണ്ടളിയ, കണ്ടോ നീയാ താക്കോല്, കണ്ടോ നീയാ താക്കോല്, മണ്ണ് കുഴിക്കും നേരം എങ്ങനെ കാണും താക്കോല്. ബാലൻ എന്ന സിനിമ പോലെ തന്നെ ആളുകൾ റിപ്പീറ്റ് മോഡിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പാട്ടായി മാറിയിരിക്കുന്നു താക്കോൽ എന്ന സോങ്. താക്കോൽ എന്ന സോങ് പാടിയിട്ടുള്ള വളരെ ചെറിയൊരു പ്രായത്തിൽ വലിയ ടാലന്റ് ഷോക്കേസ് ചെയ്തിട്ടുള്ള നില രാജാണ് എന്നോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛൻ സിംഗറൊക്കെ ആയിട്ടുള്ള നിഖിൽ രാജു. നമസ്കാരം. 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 ഈ താക്കോൽ പാട്ട് ഇപ്പോൾ ഒരുപാട് റീലുകളിൽ നിറയുന്നുണ്ട്. മോളാണ് ആ പാട്ട് പാടിയത് എന്നുള്ള രീതിയിൽ ആളുകൾ വലിയ അത്ഭുതം പറയുന്നുണ്ട്. അത് ആ പാട്ടിൽ തന്നെ ഒരു കഥയും പറയുന്നുണ്ട് ഭയങ്കര രസമായിട്ട്. എങ്ങനെയാ ആ പാട്ടിലേക്ക് എത്തി? ആരാ പാട്ടിലേക്ക് കൊണ്ടുവന്നത്? അറിയാതെ പറയാതെ എന്ന് പറഞ്ഞ വാഴ 2 ഒരെണ്ണം പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ടാണ് ഇവര് ഈ ബാലനിൽ പാടാൻ വിളിച്ചത്. ഇപ്പോൾ എൻ്റെ സെക്കൻഡ് സോളോ ആണ് പാടുന്നത്. നിഖിൽ ബ്രോ, ഈ നമ്മൾ ഈ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വന്ന സമയം തൊട്ട് ഇത്ര നേരം വരെ ഒബ്സർവ് ചെയ്യുമ്പോഴേ വല്ലാത്തൊരു കെയർ മകൾക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാ അച്ഛന്മാരും മകൾക്ക് കെയർ കൊടുക്കും, എന്നാലും ആ കുട്ടിയുടെ ശബ്ദം അല്ലെങ്കിൽ ആ കുട്ടിയുടെ കോൺഫിഡൻസ്, നിങ്ങളൊക്കെ അച്ഛൻ കൂടിയിരിക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു സന്തോഷവും അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസും ഒക്കെ വരുന്നത്. നിങ്ങൾ കുറച്ച് അതായത് ഇവിടുന്ന് ആ ലിഫ്റ്റ് വരെ പോകുമ്പോഴേക്കും ആ കുട്ടിയുടെ മുഖത്ത് ഒരു ചെറിയൊരു പേടിയും ഇൻസെക്യൂരിറ്റി ഒക്കെ വരുന്നുണ്ട്. വളരെ വളരെ വളരെയധികം ക്ലോസ് ആണോ മകളായിട്ട്? അതെ, ഞങ്ങൾ തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉണ്ട്. ഞാൻ ഇപ്പൊ ഇവിടെ പ്രോഗ്രാമിന് പോകുമ്പോഴത്തേക്കൊക്കെ ഇവൾക്ക് റെക്കോർഡിങ് വരും മോൾക്ക്. അപ്പൊ അവൾക്ക് പോകാൻ കുറച്ച് മടിയാണ്, ഞാൻ ഇല്ലാതെ പോകാനായിട്ടേ. ഞാനൊരു സിംഗറും ആയത് കൊണ്ട് തന്നെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ആ റെക്കോർഡിംഗ് സ്റ്റുഡിയോ പറഞ്ഞു കൊടുക്കുമല്ലോ, ഇന്ന പാടണം വിസിലേറ്റർ ഇരിക്കുമെങ്കിലും ഞാൻ അതിന്റെ ഷോർട്ട് കട്ട്സ് കുറച്ചുണ്ട്. ഈ സിംഗേഴ്സിന് കുറച്ച് ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അതങ്ങനെയല്ല, അത് വലിയ കാര്യങ്ങളൊന്നുമല്ല. ഇപ്പൊ ബ്രെത്ത് എടുക്കേണ്ട സംഭവം അത് വേറൊരു മ്യൂസിഷ്യൻസിന് മാത്രമാണ്. അത് അതായത് നമ്മളിപ്പോ കണക്ട് ചെയ്ത് പാടുക അങ്ങനെയൊക്കെ. പിന്നെ സ്മൈൽ ചെയ്ത് പാടുമ്പോൾ നമ്മൾ ടോൺ വേറെ കുറച്ചുകൂടെ മാറും. പിന്നെ കോൺഫിഡൻസ് കൊടുക്കാന്നുള്ളതാണ് മെയിൻ. ഞാനവിടെ വെക്കുമ്പോഴത്തേക്കും അച്ഛനുണ്ട് അല്ല മറ്റേ അമ്മയുണ്ട്, എവിടെ പോരെന്ന് പറഞ്ഞ പോലെ മറ്റേ ഇതില് അച്ഛനുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഈ താക്കോൽ പാട്ട് വളരെയധികം വൈറലാവുന്നുണ്ട്. കുറെ കാലത്തിന് ശേഷം ഈ കുട്ടികൾ ആ വരികൾ ഓർത്ത് വെക്കുകയും അത് പാടുകയും ചെയ്യുന്ന വാഴയ്ക്കും സമാനമായിട്ടുള്ള കാര്യം ഉണ്ടായാലും വാഴയിലും മകള് പാടിയിട്ടുണ്ട്. വാഴ സോങ്ങിലേക്ക് നമുക്ക് വരാം. എന്നാൽ ഇപ്പോഴത്തെ ഒരു ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് താക്കോൽ പാട്ടാണ്. താക്കോലിൽ എത്തുമ്പോൾ അതിന് മറ്റൊരു പ്രത്യേകത, അത് സിനിമയുടെ ടീമും വളരെയധികം സ്ട്രോങ് ആണ് ഇൻ ടേംസ് ഓഫ് സിനിമാറ്റിക് എക്സലൻസ് എന്നുള്ള രീതിയിൽ. അതായത് ജിത്തു മാധവനാണ് എഴുതിയിരിക്കുന്നത്, ചിദംബരമാണ് സംസാരിച്ചത്, സുഷിൻ ശ്യാമാണ് അതിന്റെ മ്യൂസിക്. അപ്പൊ ഈ സുഷ് റെക്കോർഡ്സ് എന്നൊക്കെ തന്നെ തിയേറ്ററിൽ വരുമ്പോൾ ഒരു കയ്യടിയാണ്. അത് ആ കലാകാരന് കിട്ടുന്ന ഒരു ബഹുമതിയും കൂടിയാണല്ലോ. എങ്ങനെയാ മകളെ താക്കോലിലേക്ക് എത്തിക്കുന്നത്? താക്കോലിലേക്ക് എത്തിക്കുന്നതല്ല, എത്തിച്ചേരുന്നതാണ്. കാരണം നിളേനെ ഈ മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെ, പ്രത്യേകിച്ച് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെ ഇറക്കുന്നൊരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു പണ്ട് തൊട്ടേ. കാരണം ഇപ്പൊ അറിയാലോ, കുറേ പിള്ളേരുണ്ട്, പിള്ളേരൊക്കെ എന്ത് ടാലന്റഡ് സിംഗേഴ്സ് ഉണ്ട്, അങ്ങനെ പല പല മേഖലകളിലാണ്. അവൾക്കൊരു സ്പേസ് എങ്ങനെ
ഇതാക്കി എടുക്കാം, അവൾ സ്വയം കണ്ടെത്തേണ്ടി വരുമോ. പക്ഷെ അവൾ സ്വയം തന്നെ കണ്ടെത്തി. കാരണം അവളെ ഞാൻ നിലനെ കോറസ് പാടാനൊക്കെ ആയിട്ട് ഇങ്ങനെ വിടും. വിൻസെന്റ് എന്ന് പറഞ്ഞൊരു ഓർക്കസ്ട്ര അറേഞ്ചർ ഉണ്ട്. AR റഹ്മാന്റെ അച്ഛന്റെ കാലം തൊട്ടുള്ള വളരെ സീനിയർ ആയിട്ടുള്ള മ്യൂസിഷ്യനാണ്. വിൻസാപ്പനെ ഞങ്ങൾ വിളിക്കണം, വിൻസെന്റ് അണ്ണൻ. പുള്ളി ബേസിക്കലി ലോഞ്ച് സ്റ്റുഡിയോയിലാണ് ഉള്ളത്. അപ്പോൾ അദ്ദേഹം നമ്മളെ വിളിക്കും, നിഖിലെ നിന്റെ മോള് പാടാറായോ, എന്നാ ഒന്ന് കോറസ് പാടാൻ വിട്ടു നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വിട്ടു നോക്കണ്ട, ഇങ്ങനെയൊന്നും അറിയില്ല, പാടൊക്കെ ചെയ്യുമെന്നറിയാം, എന്നാലും ഇങ്ങനെ അപ്പോൾ ഒരു ദിവസം കോറസ് പാടാൻ വിട്ടു. അതാണ് മറ്റേ ചെമ്പഴുക്ക തൊട്ടെടുത്ത്, അത് നിളയും കൂട്ടുകാരും കൂടെ പാടിയത്. അപ്പൊ അവിടെ ചെന്ന ബാക്കി കൂട്ടുകാരികളൊക്കെ പരിചയപ്പെട്ടപ്പോ ഒരു കോൺഫിഡന്റ് ആയി. പിന്നെ മൈക്കുമായിട്ട് സ്റ്റുഡിയോയുടെ സെറ്റപ്പ് ഇതൊക്കെ ആയിട്ടൊന്ന് പരിചയമായി. വീട്ടിൽ ചെറിയ ഹോം സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്, എന്നാലും വലിയൊരു ഇതിലേക്ക് വരാൻ നേരത്ത് ഒരു ടെൻഷനൊക്കെ മാറാൻ വേണ്ടി ഞാനിങ്ങനെ വിട്ടു. ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം വിട്ടു, 3 പ്രാവശ്യം വിട്ടു, അങ്ങനെ അങ്ങനെ കുറേ ആലപ്പുഴ ജിംഖാന, ഏതൊക്കെയാ ആശാൻ, കുറേ പടത്തില് കോറസ് മാത്രം പാടി. അങ്ങനെ ഒരു ദിവസം ആണ് പർവതീഷ് ഇങ്ങനെ നോട്ട് ചെയ്ത് ഇവളുടെ വോയിസ് കൊള്ളാലോ, ഈ വാഴയിൽ പാടിക്കൊണ്ടിരിക്കും. അപ്പോൾ പർവതീഷിനോട് സജസ്റ്റ് ചെയ്തത് അതിന്റെ വാഴ 1 മ്യൂസിക് ഡയറക്ടർ നമ്മുടെ രജിത് പ്രകാശ് ആയിരുന്നു. ഇന്നിനി നേരം ഇത്തിരി. അപ്പോൾ അങ്ങനെയാണ് കഥ ഇതിന്റെ. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് നോക്കൂ പർവതീഷ് എന്ന് പറഞ്ഞു. പർവതീഷ് അപ്പോൾ ഈ ഒരു വരി അവൾക്ക് കൊടുത്തു. അതായത് ഞാൻ ചോദിക്കണെങ്കിൽ നിഖിലിന് പ്രോപ്പറായി കിട്ടാതെ പോയൊരു ലോഞ്ച്, അല്ലെങ്കിൽ നിഖിൽ പ്ലാൻ ചെയ്തൊരു മനസ്സിലാഗ്രഹം ഉണ്ടാവും, എന്നാലും അതുപോലെ നടന്നിട്ടുണ്ടാവില്ല. അത് പക്ഷെ മകൾക്ക് സംഭവിക്കുന്ന ഒരു കരുതലുണ്ട് അല്ലേ? അതെ അതെ അതെ. ഞാൻ വിചാരിച്ചു ഞാൻ മുഖാന്തരം ഇവിടെ നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കണം. ഓരോ ഇപ്പൊ ഞാൻ എം ജയേന്ദ്ര സാറിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്, അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇടയ്ക്ക് പടങ്ങളിലും പാടുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് സാറിനെ ആദ്യം പരിചയപ്പെടുത്തി ഇവർക്ക് ഒരു ചാൻസ് മേടിച്ചു കൊടുക്കാം. അങ്ങനെയൊക്കെ ഇപ്പൊ എല്ലാ അച്ഛനും ആഗ്രഹിക്കുന്നവരേ ഉള്ളൂ. എല്ലാരും പറയും ഞാൻ വഴി അല്ല എന്നൊക്കെ പറയുമെങ്കിലും സംഭവം നമ്മളൊരു ഇട്ട് കൊടുത്താലേ നമുക്ക് അതൊക്കെ തുറന്ന് സമ്മതിക്കില്ല. അതെ അതെ. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ നോക്കിയായിരുന്നു, ആരെങ്കിലും കൊടുത്തു പോയി പാടി. പക്ഷെ അതിനു മുമ്പ് ദൈവം അവൾക്കൊരു ചാൻസ് ഇങ്ങനെ കൊടുത്തു. അപ്പൊ പിന്നെ ഒന്നും ചെയ്യേണ്ട വന്നില്ല. ഞാൻ അവളുടെ കൂടെ പോവുക, സ്റ്റുഡിയോയിൽ ഇരിക്കുക, അവൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാന്ന് മാത്രമാണ്. ഈ മോള് പാടുന്ന എല്ലാ ഈ കോറസ് ആയാലും അല്ലെങ്കിൽ പാട്ടായാലും അത് റീൽസിൽ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആവുന്നുണ്ടല്ലോ. ഇത് റിയൽ ആയിട്ട് തന്നെ കാണുന്നുണ്ടോ, അതോ ഫോണിൽ കാണുന്നുണ്ടോ, അച്ഛൻ കൊണ്ടു കാണിച്ചു തരുമ്പോഴാണോ കാണുന്നത്? അല്ല, ഞാൻ കാണാറുണ്ട്. കാണുമ്പോ ഒരു സന്തോഷം തോന്നാറുണ്ടോ? ഈ ചെമ്പഴുക്ക ഒന്ന് പാടിത്തരോ, പാടിയ കോറസ്? ചെമ്പഴുക്ക തൊട്ടെടുത്ത് അമ്പലം കൂട്ടുന്നതാര്, ചെമ്പരത്തി കമ്പു കൊണ്ട് അമ്പു കുലക്കണതാര്, അങ്ങ് തൊട്ടേ ഇങ്ങ് തൊട്ടേ അക്കുത്തിക്കുത്തോടുമാരാ, തൂവെളിച്ചം ചാറി വീണ് മാമല ഞാനൊന്ന് കണ്ടേ, ചെന്തമിഴിൻ തേൻ കുടഞ്ഞി പൂങ്കുയിൽ പാടുന്ന കേട്ടേ. ഭയങ്കര ഇന്നസെൻസ് ഉണ്ട് വോയിസില്. ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ടോ ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര ഇന്നസെന്റ് ആണ് വോയിസ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആരൊക്കെ ഞാൻ പറയാറ്? ഈ വാഴ 2 മ്യൂസിക് ഡയറക്ടർ ഇല്ലേ, അപ്പൊ ഞാന് അതിന്റെ അകത്ത് കോറസ് പാടിക്കൊണ്ടിരുന്നപ്പോഴാണ് പർവതീശങ്കള് എന്റെ വോയിസ് ഇങ്ങനെ ഭയങ്കര ക്യൂട്ടായതുകൊണ്ട് സെലക്ട് ചെയ്തത്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ നല്ല സാഡായിട്ട് പാടണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നല്ല രസമായിരുന്നു എന്ന് പറഞ്ഞു പാടുന്നത്. ആക്ച്വലി അവർക്ക് ഒരു ചെറിയ ജലദോഷ ടോൺ ഉണ്ടായിരുന്നു അന്ന്, ചെറിയ ജലദോഷം, ചുമ. അപ്പൊ അത് ആയിരുന്നു, ആ ടോണായിരുന്നു വേണ്ടത്. കാരണം ആ സങ്കടമായിരുന്നല്ലോ. അപ്പൊ അതിലൊരു സ്ക്രാച്ച് കിടക്കുന്നുണ്ട്. അത് ഓൾറെഡി അവള് മനഃപൂർവ്വം ഇട്ടതല്ല, അറിയാതെ അതിലൊരു സ്ക്രാച്ച് കിടക്കുന്നുണ്ട്. അത് ഓൾറെഡി അത് വയ്യായിരുന്നു, അപ്പൊ പടിതാ. പക്ഷെ അവർക്ക് വേണ്ട സാധനം കറക്റ്റ് കിട്ടി. ഇപ്പൊ മകൾക്ക് ഇപ്പൊ ഇവിടെ വേണ്ടത് സങ്കടമാണ്, അല്ലെങ്കിൽ ഇവിടെ വേണ്ടത് സന്തോഷമാണ്. ഇപ്പൊ താക്കോലിലൊരു ചെറിയൊരു ക്യൂരിയോസിറ്റിയും കൂടി ഉണ്ടല്ലോ, കുട്ടികൾക്കുള്ള ഒരു ക്യൂരിയോസിറ്റി, അത് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ മകൾക്ക് മ്യൂസിക് ഡയറക്ടറോ അല്ലെങ്കിൽ ഒപ്പമുള്ള സെഷൻ എടുക്കുന്ന ആളോ പറഞ്ഞു കൊടുത്താൽ അവൾക്ക് മനസ്സിലാവോ, നിളരാജന് മനസ്സിലാവോ? അവളോടും അങ്ങനെ പറഞ്ഞാൽ മതി, ഇന്ന ഇതാണ് താക്കോല് തേടി കിടക്കുന്ന ഒരു ഇതാണ്, ഒരു ഹോണ്ടിങ് സംഭവമാണല്ലോ ഓർക്കസ്ട്ര. അപ്പൊ കാക്ക കൂടെ പോലെ റൈം പോലെ പാടിയാൽ മതി. പിന്നെ സുഷിൻ ഉണ്ടായിരുന്നില്ല, സുഷിൻ അവിടുന്ന് ഓൺലൈൻ വരിക ചെയ്ത്. നമ്മളെ ലോഞ്ചിലാണ്, നമ്മള് സ്റ്റുഡിയോയിലാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ കോറസ് പാടാൻ പോയതാണ്. ആക്ച്വലി ഇത് പാടാൻ പോയതല്ല, ഇത് നിള കോറസ് പാടാൻ പോയതാണ്. ഏത് പാട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ അത് കഴിഞ്ഞിട്ടുള്ള പാട്ടില് കാറ്റുപോലെ, അത് ഇവര് ഗ്രൂപ്പാണ് പാടിയിരിക്കുന്നത്. അപ്പൊ അതൊരു 10 പേരോളം പാടിയതാ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിളനോട് ചോദിച്ചു, നിള വാഴ 2 ഓൾറെഡി പാടിയത് കൊണ്ടും
ഇങ്ങനെ സുഷിൻ പറഞ്ഞു ഒരാളുടെ വോയിസ് അയച്ചതാ, ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ട്, ഇങ്ങനെ ഒരു പാട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സുഷിനോട് പറഞ്ഞു നിലയുടെ വോയിസ് ഒന്ന് അയച്ചു കൊടുത്തു നോക്കി. വാഴാറ്റൂല സാധനം പറയാതെ. അപ്പോൾ സുഷിൻ ഓക്കെ ഇത് മതി, നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോവാം. അപ്പൊ ബാലനല്ലേ, ഒരു ആൺകുട്ടീനെ കൊണ്ട് പാടിക്കണമെന്നായിരുന്നു, പക്ഷെ ഇവളുടെ വോയിസ് അത് ആ ക്യാരക്ടറിലേക്ക് മിക്സ്, അതൊരു ഭാഗ്യം എന്ന് പറയുന്ന എലമെന്റ് ഇതിൽ കടന്ന് കളിക്കുന്നതാണ്. ആൺകുട്ടിയുടെ മുഖം കാണിച്ച് പെൺകുട്ടിയുടെ ബാക്കി എല്ലാ ലാംഗ്വേജിലും ആണാ പാടിക്കുന്നത് ആൺകുട്ടി. ഇത് മാത്രമേ ഉള്ളൂ ബാലൻ ഒറിജിനൽ വേർഷൻ മലയാളത്തിൽ മാത്രമേ നീള പാടിയിട്ടുള്ളൂ. ബാക്കി എല്ലാ ലാംഗ്വേജിലും അതർ ലാംഗ്വേജിലൊക്കെ ഞങ്ങൾ നോക്കി, എല്ലാം ബോയുടെ വോയിസാണ്. ഈ കുട്ടിക്ക് അറിയോ ശരിക്കും ഈ സുഷിൻ എന്ന് പറയുമ്പോ ഇപ്പൊ ഇന്ത്യ മൊത്തം നോക്കി കാണുന്ന ഒരു മ്യൂസിഷ്യനാണ്, അല്ലെങ്കിൽ ഇപ്പൊ MG ശ്രീകുമാർ എന്ന് പറയുമ്പോൾ ചേട്ടൻ തന്നെ ഏറെക്കുറെ മെന്റർ പോലത്തെ ഒരു അദ്ദേഹം കൂടിയാണ്. ഇപ്പൊ ഇവരൊക്കെ ഇത്രയും വലിയ മ്യൂസിഷ്യൻസ് ആണ്, ഇവർക്ക് ഭയങ്കര വലിയ സംഭവമാണ്, ഇവരുടെ കൂടെയാണ് മകള് വർക്ക് ചെയ്യുന്നത്, എനിക്ക് പോലും ഇത് കിട്ടിയിട്ടില്ല, അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അവരുടെ അടുത്ത്? പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കാലഘട്ടമല്ല, ഇപ്പൊ നിങ്ങൾക്ക് ഒരു സുവർണ കാലഘട്ടമാണ്. കാരണം സോഷ്യൽ മീഡിയ അങ്ങനെ നമ്മളൊക്കെ പാടുമ്പോഴത്തേക്കും ഇതിൽ ഇന്റർനെറ്റ് ഇല്ല. ഞാൻ 2007 ഐഡിയ സ്റ്റാർസിൽ പാടുമ്പോൾ ഇന്റർനെറ്റ് ഇല്ല. ഇന്റർനെറ്റ് ഉണ്ടോന്ന് വെച്ചാൽ ഇന്റർനെറ്റ് ഉണ്ട്, പക്ഷെ ഇതുപോലെ സോഷ്യൽ മീഡിയ അങ്ങനെ ഒന്നുമില്ല, സ്ട്രീം ചെയ്യാനില്ല. ഓർക്കുട്ടൊക്കെ ഇങ്ങനെ വന്നു എന്നൊക്കെ അറിയുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് ഒരു ശാസ്ത്രീയ സംഗീതനോ ലൈറ്റ് മ്യൂസിക്കിനൊക്കെ ഫസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ നമ്മള് പത്രക്കാരെ പുറകെ നടക്കണം ഒരു ഫോട്ടോ ആയിട്ട്, എന്റെ ഇതിലിടുവോ എന്ന് വെച്ചിട്ട്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മകൾക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഇത് അറിയാം. പിന്നെ ഞാൻ വർക്ക് ചെയ്തേക്കാളും കൂടുതൽ സ്റ്റുഡിയോസിൽ ഇപ്പൊ പാടി കഴിഞ്ഞു. കൊച്ചിയിലുള്ള എല്ലാ സ്റ്റുഡിയോയിലും മിക്ക സ്റ്റുഡിയോയിലും പാടി, എല്ലാ ഇലക്ട്രോണിക്കലി അങ്ങനെയുള്ള കുറെ പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഒക്കെ പാടി അല്ലേ. ഈ നിവിൻ പോളി മറ്റേ 1983 അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, മകന് ക്രിക്കറ്റ് കളിയോട് ഒരു താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സന്തോഷം അനുഭവിക്കുന്നുണ്ടല്ലോ ഭയങ്കര. അതുകൊണ്ട് മറ്റേ ഉദയനാട് കാര്യത്തിൽ മറ്റേ സലീം കുമാർ ഇങ്ങനെ ഇല്ലേ ഇങ്ങനെ സ്വന്തം ഇത് കണ്ടിട്ട് മറ്റേ ക്യാരക്ടർ കണ്ടിട്ടെ ആ ഒരു സന്തോഷം തിയേറ്ററിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞാൻ ബാലൻ പോയി കണ്ടപ്പോ ഇവളുടെ വോയിസ് 2 പ്രാവശ്യം ലാസ്റ്റ് ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കാൻ നേരത്തും അല്ലാതെ ഇടയ്ക്കും താക്കോല് വരുന്നുണ്ടല്ലോ പാട്ട്. അപ്പൊ ഒരു അച്ഛൻ എന്നുള്ള രീതിയിലും ഒരു മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിലും വളരെ അഭിമാനവും സന്തോഷമുണ്ട്. അപ്പൊ ഇങ്ങനെ തന്നെ പോട്ടെ എന്നാണ്. മാത്രമല്ല ഈ ജനപ്രിയമായിട്ടുള്ള സിനിമയിൽ ഒരു പാട്ട് കിട്ടുക. അതെ. ആദ്യം പടം ഹിറ്റ് ആവണം, പിന്നെ പാട്ട് ഹിറ്റ് ആവണം, അങ്ങനെ കുറെ പ്രോസസ് ഉണ്ടല്ലോ, സ്റ്റേജസ് ഉണ്ട്. അത് ദൈവാനുഗ്രഹം കൊണ്ട് അത് വളരെ ഒരു സ്മൂത്ത് ആയിട്ട് തന്നെ നടന്നു. കാരണം നമ്മുടെ വോയിസ് ഓക്കെ പറയാന്നുള്ളതാണ് ഫസ്റ്റ്. ഈ മകൾക്ക് അറിയോ ശരിക്കും ഈ MG ശ്രീകുമാർ അല്ലെങ്കിൽ സുഷിൻ ശ്യാം ഇവരൊക്കെ ഭയങ്കര വലിയ ആളുകളാണ്, അപ്പൊ ഇവരോടൊക്കെ ഒപ്പം വർക്ക് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോ അതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഫസ്റ്റ് ടൈം പറഞ്ഞപ്പോ എനിക്ക് ഈ പേര് മാത്രം ഞാൻ കേട്ടിട്ടുള്ളൂ, ആളാരാന്ന് എനിക്ക് അറിയേയില്ല. പിന്നെ പറഞ്ഞപ്പോഴാണ്, ഫോട്ടോയൊക്കെ കാണിച്ചു തന്നപ്പോഴാണ് മനസ്സിലായത് വലിയ മ്യൂസിക് ഡയറക്ടർ. സുഷിൻ ശ്യാം എന്തെങ്കിലും പറഞ്ഞിരുന്നോ, പാട്ട് കേട്ടിട്ട് എന്തെങ്കിലും ഫീഡ്ബാക്ക് പറഞ്ഞിരുന്നോ മകളുടെ അടുത്ത്? നല്ല രസമുണ്ട് എന്നൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു, നേരിട്ട് കണ്ടിട്ടില്ല. ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, ഫോട്ടോ എടുത്തിട്ടില്ല. നമുക്കൊരു ഭയങ്കര ആഗ്രഹമുണ്ട് പുള്ളി എപ്പോഴെങ്കിലും എറണാകുളത്ത് ഉള്ളപ്പോ എടുക്കണമെന്നുണ്ട് അങ്ങനെ. ഈ താക്കോല് പാടുമ്പോ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഒരു കുട്ടി താക്കോലിന്റെ ഒരു പാട്ട് പഠിക്കുകയാണ്, അപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാക്കയൊക്കെ കൂടെ ഇവിടെയൊക്കെ പോലത്തെ റൈം പോലെയാണ് പാടേണ്ടത്, അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിരുന്നു അവിടുന്ന്? കുറച്ചൊക്കെ പറഞ്ഞു തന്നു. പിന്നെ സ്കൂളിൽ പഠിക്കണ ഇങ്ങനെ എന്താണ് കുഞ്ഞു പിള്ളേര് പഠിക്കുന്ന കാലം അങ്ങനത്തെ ഒക്കെ പറഞ്ഞു തന്നു. അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് വേണ്ടെന്നാ പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ. എത്ര വയസ്സുണ്ട്? 10 വയസ്സ്. അവള് സംസാരിക്കാനൊക്കെ പഠിച്ചു തുടങ്ങുള്ളൂ. ഇങ്ങനെ നമ്മളൊക്കെ എക്സ്പീരിയൻസ് വേണം എന്നൊക്കെ ഒരു കുട്ടി പറയണത് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. അടിപൊളി. താക്കോല് ഒന്ന് പാടിത്തരുക. കണ്ടു കണ്ടു താക്കോല്, കുഞ്ഞന്തവളയുടെ താക്കോല്, നാട്ടിൽ തെണ്ടി നടക്കുമ്പോൾ കാണാതായൊരു താക്കോല്, കാണാതായൊരു താക്കോല്, മണ്ണ് കുഴിക്കും ഞണ്ടളിയ, കണ്ടോ നീയാ താക്കോല്, കണ്ടോ നീയാ താക്കോല്, മണ്ണ് കുഴിക്കും നേരം എങ്ങനെ കാണും താക്കോല്. ഈ താക്കോൽ ഇറങ്ങിയതിന് ശേഷം ആളുകള് ഈ പാട്ട് പാടിയ ആളാരാണെന്ന് അറിയാന്ന് വെച്ചിട്ട് പിന്നെയും വാഴത്തെ കാര്യമായിട്ട് ഒരുപാട് റീലുകളൊക്കെ പിന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ സിംഗറിനെ നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ള കാര്യത്തിലൊക്കെ ആ റീലുകൾ നിങ്ങൾക്ക് എത്തുന്നുണ്ടോ? ആ റീലുകൾ കാണുമ്പോ എന്താണ് ഫീലിംഗ്? നമ്മളോട് ആദ്യം തന്നെ ഫോൺ വിളിച്ചവർ ചോദിച്ചിട്ടാണ് അങ്ങനെ എന്താ ഡീറ്റെയിൽ എടുത്തിട്ടാണ് അവരത് വീഡിയോ ചെയ്യുന്നത്. എന്നോട് 1-2 പേര് അങ്ങനെ ഫോൺ വിളിച്ചപ്പോ ഞാൻ യാത്രയിലൊക്കെ ആയിരുന്നു. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ
കഴിയുന്ന അത്രയും റിപ്ലൈ ചെയ്തു. അച്ഛൻ്റെ പേരെന്താ, അമ്മയുടെ പേരെന്നൊക്കെ ചോദിച്ചു, കുട്ടിയുടെ പേരെന്താന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ആ ഒരു ഡീറ്റെയിൽ എടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ ഇത് എടുത്തിട്ട് നമുക്ക് തന്നെ അത് കൊളാബ് ചെയ്യും, സെറ്റ് ചെയ്യാൻ പറയാം. അങ്ങനെ ഈ റെക്കോർഡിങ്ങിന്റെ ഒക്കെ ഇടയിലേ സ്കൂളൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? സ്കൂളിൽ പോണതും അല്ലെങ്കിൽ കൂട്ടുകാരെയൊക്കെ മിസ് ചെയ്യുക അങ്ങനെ ഉണ്ടോ? കുറച്ച്. ഈ സ്കൂളിലത്തെ നോട്ട്സ് എഴുതണയാണ് ഏറ്റവും വലിയ പാട്. മോൾ തന്നെയാണോ എന്നിട്ട് പകർത്തി എഴുതണ? അല്ലെ അച്ഛനും അമ്മ എങ്ങനെ ഹെൽപ്പ് ചെയ്യോ? അല്ല, ഹെൽപ്പ് ചെയ്യാൻ നോക്കും, പക്ഷെ സ്കൂളിൽ അത് അക്സെപ്റ്റ് ചെയ്യില്ല. ഓ, ഞങ്ങളുടെ കാലത്ത് അത് പിന്നെയും കുറച്ച് എളുപ്പമാണ്. എനിക്ക് അമ്മയൊക്കെ എഴുതുന്നുണ്ട്. ഈ ഫ്രണ്ട്സിനൊക്കെ അറിയോ മോള് സിംഗറാണ്, പടത്തിൽ പാടിയിട്ടുണ്ട്, അവരോടൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ടോ? എല്ലാവരും നന്നായിട്ട് പാടി, ടീച്ചർമാരൊക്കെ എപ്പോഴും പാട്ട് പഠിപ്പിക്കാറുണ്ട് സ്കൂളിൽ നിന്നൊക്കെ. വാഴ ഇറങ്ങിയിട്ടാണോ അല്ലെങ്കിൽ ബാലൻ ഇറങ്ങിയിട്ടാണോ, ഏത് ഇറങ്ങിയപ്പോഴാ സ്കൂളിൽ കുറച്ചുകൂടി ഫേമസ് ആയത്? അത് ഇപ്പൊ ബാലൻ ഇങ്ങനെ ഇറങ്ങി വരണല്ലേ ഉള്ളൂ. വാഴ 2-ലാണ് ഏറ്റവും ഇങ്ങനെ സ്കൂളിലൊക്കെ അസംബ്ലി ഒക്കെ ആയി അങ്ങനെ വന്നത്. ഈ വാഴ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു. ആ പാട്ടുമാരുടെ ലിറിക്സും ഇപ്പോ അതിമനോഹരവും അല്ലെങ്കിൽ വാനില ചെടിക്കും ശേഷം ആഫ്റ്റർ റിലീസ് അല്ലെങ്കിൽ OTT റിലീസ് എന്നൊക്കെ പറയുന്ന ഏരിയയില് നമ്മിൽ നാം തന്നെ അല്ലേ, തമ്മിൽ പിരിഞ്ഞവരല്ലേ, കൂടെ പിറന്നവരല്ലേ എന്ന് പറയുന്ന ആ 3 വരികളും ഭയങ്കരമായിട്ട് ആളുകൾ ഉപയോഗിക്കുകയും ഈ ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പിന് ഒക്കെ കാണിക്കുമ്പോൾ റീലുകൾക്കൊക്കെ ആറാറായിട്ട് ആ പാട്ട് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയൊക്കെ വന്നുപോയി. വാഴ എന്ന പാട്ട് പാടിയതിന് ശേഷം ആ പാട്ടിന്റെ ഒരു ഔട്ട് നിഖിൽ കൂടി കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഇത് കുറച്ചധികം റീച്ച് ആയിരിക്കും അല്ലെങ്കിൽ ഇതൊരു മാറ്റം ഉണ്ടാവും, അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു? വാഴ ആണ് നമ്മുടെ ഒരു ലൈഫ് ചേഞ്ചർ, ലൈഫ് ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇത്. ഈ വാഴ 2-ലേക്കാണ് പാടാൻ വിളിക്കുന്നതെന്ന് നമുക്കറിയില്ല. പർവതീഷിനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നു, ഞാനും ഇല്ല സമയത്ത്. വൈഫാണ് മോളെ കൊണ്ട് പോകുന്നത്. അപ്പോൾ മോളിങ്ങനെ പാടുന്നു, പർവതീഷ് എന്ന് പറയുന്നു വൈഫിനോട് ഇങ്ങനെ, ഇത് പടത്തിലുണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത റെക്കോർഡിങ് അങ്ങനെ പോയി. നമ്മൾ ഇതിനെ കുറിച്ച് പിന്നെ ചിന്തിക്കുന്നില്ല. വാഴ 2-ല് ബോധേടല്ല, നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇതിപ്പോ ചില പാട്ട് പാടിയിട്ട് അത് ഏത് പാടാന്ന് നമുക്കറിയില്ല. നമ്മള് ഇത് മ്യൂസിക് ഡയറക്ടർ ഇന്ന ആളല്ല, ഓക്കെ ചിലപ്പോ ഏതാ പാടം ഈ കഴിഞ്ഞ ദിവസം ഒരു ഹാഫ് എന്നുള്ള പടം പാടി, സോളോ പാടിയത്. സോളോ പാടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഈ കോറസ് അല്ലേ നമ്മളിങ്ങനെ കൂടുതലും പാടാറുള്ളത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ ഒരു സോളോ മോളെ ഇതൊന്നും പാടിക്കുക എന്ന് പറയുമ്പോൾ സോളോ പാടുന്നത്, അതൊക്കെയാണ് ഈ പടത്തിലൊക്കെ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോ വിളിച്ചിട്ട് നിങ്ങളെ ഇത് 2 പേര് പാടാൻ ഞാൻ വിളിച്ചിരിക്കുകയാണ്, വരൂ അങ്ങനെയില്ല. അവിടെ ചെല്ലുമ്പോ ഉള്ള ആ സിറ്റുവേഷൻ അനുസരിച്ച് മ്യൂസിക് ഡയറക്ടേഴ്സ് തോന്നുവാണ് ഇത് കൊച്ചിനെ കൊണ്ട് 2 പേര് പാടിച്ചു നോക്കാം, എന്നിട്ട് ഡയറക്ടറെ കേൾപ്പിക്കാം, ഓക്കെ പറയുവാണെങ്കിൽ പടത്തിലിട്ടേക്കാം. ഒരു സംഭവമാണ് വാഴ 2-ല് അത് വർക്കായത്. അപ്പോ ആദ്യം വാഴ 1-ലായിരുന്നു മറ്റേ ഇന്ത്യൻ്റെ അതിമനോഹരം അതല്ലേ, അതായിരുന്നു പാടിയത്. അപ്പോഴാണ് നമ്മുടെ ഡയറക്ടർ പേരെന്താ, രജിത് പ്രകാശുമായിട്ട് കണക്ഷൻ ആയത്. അപ്പൊ അങ്ങനെയാണ് പിന്നെ വാഴ 2-ല് മറ്റേ പാട്ട് പാടാനാണ് ആദ്യം പോയത്. ഇത് നമ്മുടെ വാനിലച്ചെടി. വാനിലച്ചെടിയിലെ 2 വരി നിലയം പഠിക്കണേ, വാനിലച്ചെടിയെ, അത് പഠിക്കുമ്പോളെ വാനിലച്ചെടിയെ വാനോളം വളര്, വാനിലച്ചെടിയെ വാനോളം വളര്. അത് പാടി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ എന്തൊക്കെയാണ് കൊച്ചു കേരളത്തിൽ നടക്കുക അത് പാടിയവര്, അവരുടെ മലയാളി മങ്കീസ്, അവരുടെ സ്റ്റുഡിയോ ഉണ്ട്, അവിടെ പോയി പാടിയത്. അപ്പൊ അവിടെയാണ് രജത്തൊക്കെ ഇരുന്നിരുന്നത്. അപ്പം രജത്ത് പറഞ്ഞ് ഞാനൊന്നും ഈ പടത്തിൽ ഒരു ഇതും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ പറയട്ടെ. പിന്നെ നമ്മളത് വിട്ടു. അതിന് വേറെ പടങ്ങളൊക്കെ പാടി ഞാൻ എൻ്റെ ഷോസിനൊക്കെ ആയിട്ട് പുറത്തു പോയി. അപ്പം വൈഫ് വിളിക്കുന്നുണ്ട്, ഇങ്ങനെ നിളനെ പാടാൻ വിളിച്ചിട്ടുണ്ട്, പുതിയൊരു ഡയറക്ടറാണ് പർവതീഷ് എന്ന പേര്. അപ്പൊ എനിക്കറിയില്ല വാഴ 2-ല് പർവതീഷ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പൊ ഞാൻ വിട്ടോ, കുഴപ്പമില്ല, എന്നിട്ട് പോയി പാടി തിരിച്ചു വന്നു. പിന്നെ വാഴ 2 ഇറങ്ങുമ്പോഴാണ് അനിയും പോയി കണ്ടിട്ടാണ് പറയണേ, വാനിലച്ചെടിയിൽ നിളയുടെ വോയിസ് ഉണ്ട്, പക്ഷെ ലാസ്റ്റ് ഒരു കൊച്ചിന്റെ വോയിസ് വരുന്നുണ്ട്, അത് നിളയുടെ വോയിസ് ആണെന്ന് എനിക്ക് സംശയമുണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആണോ, അതെ എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ കുറെ പേര് ടാഗ് ചെയ്ത് തുടങ്ങി, നിന്റെ മോളാണോ, നിഖിലിന്റെ മോളാണോ. അപ്പൊ ഞാനും നോക്കിയപ്പോഴാണ് തിയേറ്ററിൽ നിന്ന് ചെറിയ ക്ലിപ്പ് ഇറങ്ങുമല്ലോ, ഇവളുടെ വോയിസായിട്ട് സാമ്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഉറപ്പിക്കാൻ പറയട്ടെ, ഞാൻ തിയേറ്ററിൽ പോയി ഒന്ന് കാണട്ടെ. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് നമ്മൾ 2 പേരാണ് പോയി കണ്ടത്. 2 പേരും പോയി കണ്ടപ്പോഴാണ് ഇവളുടെ വോയിസ്. അപ്പോഴാണ് പർവതീഷ് നമ്മൾ വിളിച്ച്, പർവതീഷ് ഇതിലായിരുന്നല്ലേ എന്ന് പറയണം, താങ്ക് യു ഒക്കെ പറഞ്ഞത്.
പിന്നെ അതങ്ങോട്ട് വൈറലായി. കാണുന്നുണ്ടോ മോളി ആ റീല് ആളുകള് തിയേറ്ററിൽ തിയേറ്ററിലെ ആളുകൾ ആ പാട്ട് കേൾക്കുന്നു എന്നിട്ട് കരയുന്നു, മറ്റേ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ട് കേട്ടിട്ട് ഇമോഷണൽ ആവുന്നു, ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു ആ സമയത്ത്? ആ റീൽസിലൊക്കെ എന്താ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ കരയണുണ്ട് ആ പാട്ട് കേൾക്കുമ്പോ. ഇവക്ക് തന്നെ ഒരു 1000-ൽ കൂടുതൽ ടാഗ് വന്നു. കുറേ പേര് ഓരോ സ്ഥലത്ത് നിന്ന് അയച്ചിട്ട് നിളാരാജ് എന്ന് പറഞ്ഞിട്ട് ആ അക്കൗണ്ടിലേക്ക് ടാഗ് ചെയ്യുന്നില്ലെങ്കിൽ കൊളാബ് ചെയ്യും. ഞങ്ങൾ കൊളാബ് ചെയ്തോളാതെ മടുത്ത്. ഞങ്ങളിത് കുറച്ച് ചെറിയ ചെറിയ പിള്ളേരൊക്കെ വന്നിട്ട് ചേച്ചി ഇതൊന്ന് കൊളാബ് ചെയ്യും, ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്, ഞാൻ ചേച്ചിയുടെ ഫോളോവറാണ്, അപ്പോൾ നമ്മൾ തിരിച്ച് ഫോളോ ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ ചെറിയ ചെറിയ പിള്ളേരാണ്, അവർക്ക് പറ്റുന്ന രീതിയിൽ മൊബൈലിൽ എടുത്തിട്ട് അറിയാതെ രണ്ടുപേരെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ നമ്മൾ കുറെ കൊളാബ് ചെയ്തു. പക്ഷെ ആ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യും. 5,000 ഇതിന് സസ്പെൻഡ് ചെയ്യും. അത് എന്താണെന്നറിയില്ല. പെട്ടെന്ന് പുതിയ ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട്, അതിനിപ്പോ സസ്പെൻഡ് കൂടെ പിറന്നവനല്ലേ ഒന്ന് പാടുവോ? അറിയാതെ പറയാതെ ഇരുകോണിൽ കഴിയല്ലേ, ഒരു നാളിൽ മറയുമ്പോൾ അകമാകെ ഉരുകല്ലേ, വല്ലാതെ വാടല്ലേ പൂവേ, നീ എൻ്റെ കുഞ്ഞുമലല്ലേ, എന്നാളും നാം ഇനിയൊന്നേ, നീ എൻ്റെ പൂന്തണലല്ലേ. നൈസ്. മകളുടെ പേരിൽ അറിയപ്പെടുക എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അതായത് ഒരു എറ മൊത്തം പഴയ സിംഗർ ഫെയിം നിഖിൽ അങ്ങനെയൊക്കെ എത്രയോ ബാനറുകളും ഫ്ലെക്സുകളും ഒക്കെ കണ്ടാണ്. ഒരുപക്ഷെ ഇനി അങ്ങോട്ടേക്ക് വാഴയിൽ പാടിയ നിളയുടെ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും അറിയുക. ഓ ഭയങ്കര സന്തോഷമല്ലേ. ഞാനും ഞങ്ങളെ ഫാമിലി ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിള നല്ലൊരു പാട്ടുകാരി ആവണം എന്ന് ഭയങ്കര. പക്ഷെ നമ്മൾ 10 വയസ്സിൽ തന്നെ കരിയർ സ്റ്റാർട്ട് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്, ചെറിയ വയസ്സിൽ തന്നെ. ഇപ്പൊ നിള എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇതും ആൾക്കാർക്ക് റീച്ച് ആവുന്നുണ്ടല്ലോ, അത് വളരെ സന്തോഷം. നമ്മൾ ഇന്നൊരാളാണെന്ന് ബാക്കിയുള്ളവരെ അറിയിക്കാനല്ലേ, എനിക്ക് പാടാനുള്ള കഴിവുണ്ടെന്ന് അറിയിക്കാനല്ലേ പാട്. അപ്പൊ അത് ഓൾറെഡി ദൈവാനുഗ്രഹം കൊണ്ട് നിള പാടിയ 2 പടം സൂപ്പർ ഹിറ്റ് ആയി. അതിൽ വളരെ സന്തോഷം. പടം ഹിറ്റ് ആവുക എന്നുള്ള വലിയൊരു കാര്യമാണ്. അല്ലെ, പടം നമ്മൾ പാട്ട് പാടിയിട്ടല്ലേ, ഇപ്പൊ ഞാൻ പാടിയ തന്നെ 4-5 പടങ്ങൾ ഇറങ്ങാനുണ്ട് ഇപ്പോഴും. 4-5 കുറെ 5 അല്ല, അതിൽ കൂടുതൽ തമിഴടക്കം ഇറങ്ങാനുണ്ട്. പക്ഷെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ ഒരു പ്രോസസ്സിങ് ചില സമയത്ത് അത് ബ്രേക്കായി പോവുക, അതിനിടയ്ക്ക് എന്തെങ്കിലും വേറെ പ്രശ്നങ്ങൾ വരിക, പടം നിന്ന് പോവുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളിൽ സ്റ്റക്കാ. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ഭാഗ്യം. അത് മാത്രമല്ല, ഇപ്പൊ സൂപ്പർ ഹിറ്റ് ആയിട്ട് പാട്ടുണ്ടായിട്ട് മാത്രം കാര്യമില്ല, അതിനകത്ത് നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു എലമെന്റും കൂടി ഭയങ്കരമായിട്ട് വേണമല്ലോ. ഇപ്പൊ കാക്കാമറയിലെ പാടിയിട്ടുണ്ട് നീലരാജ്, പക്ഷെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ അത് കുറെ 2 പേര് പാടിയിട്ടുള്ളത് കാരണം കൊണ്ട് ഇതിൽ ആരാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ഐഡന്റിറ്റി എവിടെയോ, അത് നമ്മുടെ കേൾവിക്കാരുടെ കുഴപ്പമാണ് കേട്ടോ. നമ്മളതിന് ആ വോയിസിന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിന് ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് കുറച്ചുകൂടി പാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമുണ്ട്. അപ്പം നാട്ടുവഴിയിലെ തന്നെയാണ് എന്റെ സോളോ. എപ്പോഴും എല്ലാവരും ചോദിക്കുന്നു. കാക്കാമലയിലെ പിന്നെ ഈ ഇടയ്ക്ക് റീൽസിലൊക്കെ ഹിറ്റായപ്പോ ഞാനും അലക്സേട്ടനും ഞാൻ ഇപ്പോഴാണ് അതില് ഒരു വോയിസ് കൂടി. ഞാനും അലക്സേട്ടനോട് ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞടാ നമ്മുടെ പാട്ട് വീണ്ടും കയറിയിട്ടുണ്ട് റീൽസിൽ. അതങ്ങനെ ഒരു മാസം ട്രെൻഡായിരുന്നു, അങ്ങനെ വീണ്ടും പോയി. പിന്നെ അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മോൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ മകളുടെ മോളുടെ പോവാ. പിന്നെ എന്റേതായിട്ടുള്ളൊരു ഇത് ഞാനും നോക്കുന്നുണ്ട്. മോളും മോളുടേതായിട്ടുള്ള രീതിയിൽ അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കുന്നു. പാട്ടൊക്കെ ആയിട്ട് മോളിപ്പോ റീൽസ് ഇട്ടിട്ട് വൈറലായിട്ട് അങ്ങനെ ശ്രദ്ധ നേടിയതല്ല, അല്ലെങ്കിൽ റിയാലിറ്റി ഷോയിൽ പോയിട്ട് അവിടെ പതുക്കെ ബിൽഡായി വന്നതല്ല. അപ്പം ഇപ്പൊ റിയാലിറ്റി ഷോയിൽ പോകുമ്പോഴും ആ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രഷറും ഉണ്ടല്ലോ, അത് പേഴ്സണലിയും കൂടി അറിയാലോ. അതായത് രാവും പകലും ഇല്ലാതെ ഈ ഗ്രൂമിങ്ങും, അല്ലെങ്കിൽ അതല്ലാതെ തന്നെ കുറച്ചും കൂടി ഓർഗാനിക് ആയിട്ടുള്ള രീതിയിൽ പാട്ടിലേക്കും പ്ലേബാക്ക് സിംഗിങ്ങിലേക്കും എത്തി, അത് കുറച്ചുകൂടി നല്ലതായി പോയി. അങ്ങനെ ഒരു വിചാരം ഉണ്ടോ? അതായത് ഈ റിയാലിറ്റി ഷോ പാടുന്നത് നമ്മൾ പ്ലേബാക്ക് പാടാനാണല്ലോ. അതായത് നമ്മൾ പ്ലേബാക്ക് സിംഗർ ആവാൻ വേണ്ടി നമ്മൾ ആദ്യം പോയിട്ട് റിയാലിറ്റി ഷോ പാടുന്നു, 1-2 റൗണ്ട് 3 റൗണ്ടൊക്കെ പാടുന്നു. പിന്നെ അവർ പറയുന്ന പോലെ കേൾക്കുന്നു. പിന്നെ കുട്ടികൾക്ക് ഒരു 10 പാട്ടൊക്കെ ഉടനെ പഠിക്കാൻ പറയുന്നു. പല ഈ ജഡ്ജസിന്റെ സൗകര്യം അനുസരിച്ചാണല്ലോ ഈ ഷൂട്ട് വയ്ക്കുന്നത്. അപ്പൊ പെട്ടെന്ന് കുട്ടികൾക്ക് ഞാനൊക്കെ നല്ലോണം അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് 2 ദിവസം നട്ട് 5 പാട്ട് 6 പാട്ട് പെട്ടെന്ന് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളാകെ കിളി പറന്നു പോകും. നമുക്ക് അത് വിത്ത് ലിറിക്സ് ആണ് പഠിക്കേണ്ടത്.
ലിറിക്സ് എങ്കിലും ഒന്ന് നമുക്ക് ബോർഡിൽ കാണിച്ചു തരുമായിരുന്നെങ്കിൽ നമുക്ക് ട്യൂൺ എങ്ങനെയും പാടാം. ഇത് ലിറിക്സ് ബൈ ഹാർട്ട് എടുക്കണ്ടേ. അപ്പം അങ്ങനെ പാടി 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 പ്ലേ ബാക്ക് ഇട്ട് എത്താനാണ് എല്ലാവരും കാണുന്നത്. അപ്പൊ ഇത് സ്ട്രേറ്റ് ഒരു എൻട്രി കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ പിന്നെ ഇനിയിപ്പോ റിയാലിറ്റി ഷോ പാടണം എന്നല്ല, അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളെ നല്ലൊരു ഇതാവും. അപ്പൊ അതിലേക്ക് വിടണമെന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ പ്ലേ ബാക്ക് പാടിക്കഴിഞ്ഞ് റിയാലിറ്റി ഷോയിൽ പാടേണ്ട. അപ്പൊ ഞാൻ കുറെ പേരോട് എന്റെ കൂടെ വർക്ക് ചെയ്ത മ്യൂസീഷ്യൻസിനോടൊക്കെ ചോദിച്ചിങ്ങനെ റിയാലിറ്റി ഷോ വിടണോ. അപ്പൊ അവര് എടാ പ്ലേ ബാക്ക് പാടാനാണല്ലോ എല്ലാം റിയാലിറ്റി ഷോ വിടണത്. അതെ. അപ്പൊ പിന്നെ ഇനിയിപ്പോ നിന്റെ ഒരു ഇഷ്ടം ഞാൻ പറഞ്ഞു, എന്നാലും ഒരു റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കുന്നത് നല്ലതാണ്, ഒരു എക്സ്പീരിയൻസിന് വേണ്ടി. അല്ലാണ്ട് ഫസ്റ്റ് ഇട്ടാണെന്നല്ല. നമുക്കൊരു ഞാൻ സിനിമ പാടാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ റിയാലിറ്റി ഷോ പാടിയത്. എങ്ങനെയെങ്കിലും എന്റെ 2 പാട്ട് വന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ചാൻസ് വയ്ക്കാലോ എന്ന രീതിക്കാണ്. അതുകൊണ്ടൊക്കെയാണ്. പിന്നെ അന്ത കാലമാണ് 2007. അതെനിക്ക് 20 വയസ്സുള്ളൂ. അന്ന് പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ടിവിയിൽ പോകാൻ. അതെ അതെ അതെ. എനിക്ക് ടോപ്പ് സിംഗറിൽ മോള് പോയിട്ടുണ്ട്. പിന്നെ ഫൈനൽ ഓഡീഷൻ ആയപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് പനിയൊക്കെ വന്ന് പിന്നെ പോവാണ്ടായി. പിന്നെ അവിടെ ഗസ്റ്റ് ആയിട്ട് പോയില്ലേ? ഓ അത് വല്ലാത്തൊരു അച്ചീവ്മെന്റ് ആണല്ലോ അല്ലേ? അതെ അതെ അതെ. അവിടെ ഗസ്റ്റ് ആയിട്ട് പോയി. ഇവള് പോണ്ട ടോപ്പ് സിംഗർ തന്നെയാണ് ഗസ്റ്റ് ആയിട്ട് പോയത്. അതൊക്കെ ഒരു ഭാഗ്യമാണ്, നിമിത്തമാണ്. ഇനി അങ്ങോട്ടേക്കുള്ള ഇനി അങ്ങോട്ട് എത്ര സിനിമകളിൽ പാടിയിട്ടുണ്ട് ഇപ്പൊ നിലവില്? ഇപ്പൊ ഏതായിരുന്നു പുതിയ പാടിയത്? തമിഴ് പാടിയിട്ടുണ്ട് പുതിയത്. തമിഴ് സ്ട്രേറ്റ് തമിഴ് പടം അതിൽ പാടിയിട്ടുണ്ട്. മലയാളത്തിൽ ഇപ്പൊ ഹാഫ് പാടിയിട്ടുണ്ട്. പിന്നെ 1-2 പ്രൊജക്ടുകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. കുട്ടിയുടെ വോയിസ് നോക്കട്ടെ എന്ന് വെച്ചാൽ കുട്ടികളുടെ ഒരു ഇത് വരണമല്ലോ. കുട്ടികളുടെ ഒരു സോണും കൂടി വരണമല്ലോ, ആ ഒരു സിറ്റുവേഷൻ വരണമല്ലോ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു നമ്മള് ഓക്കെ, നമുക്കിപ്പോ എന്താ സംഭവിക്കുക അതിന്റെ പുറകെ പോവാന്നുള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോ ഇപ്പൊ എന്താ കോറസ് പാടാൻ വിളിച്ചാൽ കോറസ് പാട്, സ്റ്റേറ്റ് പാടാൻ വിളിച്ചാൽ സ്റ്റേറ്റ് പാട്, അങ്ങനെ ഒരു ഇതിലാണ്. അതിന്റെ ഇടയ്ക്ക് പാട്ട് പഠിത്തം നടക്കുന്നുണ്ട്. അത് ബേസിക് ആയിട്ട് തന്നെ നമ്മള് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ചോറ്റാനിക്കര സജിനി ടീച്ചറുടെ അടുത്താണ് പഠിക്കുന്നത്. എന്റെ ഗുരുനാഥയാണ്. എന്നെ ചെറുപ്പത്തിലെ പഠിപ്പിച്ച ആള് തന്നെയാണ് മോളെയും പഠിപ്പിക്കുന്നത്. പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള ഞാനും വൈഫും ക്ലാസ് എടുക്കുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ്. അപ്പൊ അത് കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അങ്ങനെ ലാലേട്ട എന്നുള്ള പാട്ടുണ്ടല്ലോ, പ്രാർത്ഥന എന്തെടുത്ത് പാടിയത്. അപ്പൊ അതിനൊക്കെ ശേഷം ഒരു ചെറിയൊരു കുട്ടിയുടെ, ഒരു പെൺകുട്ടിയുടെ വോയിസ് ആളുകൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ സെലിബ്രേറ്റ് ഒക്കെ ചെയ്യുന്നത് നീളയുടെയാണ് പടത്തിൽ വരുന്നത്. അത് വല്ലാത്തൊരു ഫിനോമിനാണ്, അത് വല്ലാത്തൊരു അച്ചീവ്മെന്റ് ആണ്. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകട്ടെ. ഇപ്പൊ നമ്മൾ പല വലിയ ഫീമെയിൽ സിംഗേഴ്സിനെയോ അല്ലെങ്കിൽ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അവരെ അക്കമ്പനി ചെയ്യാൻ വേണ്ടി ആരെങ്കിലും എപ്പോഴും ഉണ്ടായിരിക്കും. അവരായിരിക്കും അവരുടെ ഓൾ ടൈം സപ്പോർട്ട്. അങ്ങനത്തെ ആളുകളെ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? ചിത്രാമ്മയുടെ കൂടെയും എല്ലാവരുടെ കൂടെ ഒരു അക്കമ്പനി ചെയ്യാൻ ഒരാളുണ്ടായിരിക്കും. അവരുടെ വോയിസ് നോക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഡയറ്റ് നോക്കാൻ, അവരുടെ ശബ്ദം നോക്കാൻ. അങ്ങനെ ഒരാളെ കാണുന്നുണ്ട് ഓൾറെഡി നമുക്ക് അതിനെ കുറിച്ച് അറിയാലോ, മോളൊക്കെ എങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് അതിനനുസരിച്ച് ഗൈഡ് കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു. മകളെ വലിയ സിംഗർ ആക്കുക. തീർച്ചയായിട്ടും എല്ലാ പാരന്റ്സും അങ്ങനെ തന്നെയാണല്ലോ, മകളെ ഏറ്റവും വലിയ സിംഗർ ആക്കുക എന്നുള്ളൊരു ഇതാണ്. അപ്പൊ അതിലേക്ക് പിന്നെ ഇതിലെല്ലാം ഒരു എന്താ പറയാ, ഈ അവസരങ്ങൾ കിട്ടാന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ. ഇപ്പൊ നമ്മളെക്കാളൊക്കെ എത്രയോ നന്നായിട്ട് പാടുന്നവര് പുറത്ത് ഇരിക്കുന്നുണ്ട്. അവര് റീൽസ് ഒക്കെ പാടിയിടുമ്പോൾ ചില പിള്ളേരൊക്കെ റീൽസ് പാടിയിടുന്നുണ്ട്, ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഭയങ്കര ടാലന്റ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിൽ പാടുക പറഞ്ഞാൽ വേറൊരു സംഭവമാണ്. അവസരം കിട്ടുക, പടം ഹിറ്റ് ആവുക. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ ലൈവില് വർക്ക് ആവണമെന്നില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിന് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ലൈവായിട്ടൊക്കെ പാട്ട് പാടാറുണ്ടോ? അതായത് ഇപ്പൊ സ്റ്റേജില് റെക്കോർഡിംഗ് അല്ലാതെ ആളുകളുടെ പരിപാടിക്കൊക്കെ പോകുമ്പോ മോളെ കൊണ്ട് പാടിക്കാറുണ്ടോ? അച്ഛന്റെ കൂടെ ചില സമയത്തൊക്കെ പ്രോഗ്രാമിന് പോകുമ്പോ എന്നെ കൊണ്ട് പഠിപ്പിക്കാറുണ്ട്. അപ്പൊ ഏത് പാട്ടൊക്കെയാ പാടാറ്? അപ്പോ അച്ഛന്റെ കൂടെ ഡ്യുവറ്റ് അല്ലെങ്കിൽ മെലഡീസ് അങ്ങനത്തെ പാടും. നിങ്ങൾ രണ്ടുപേരും കൂടി പാടുന്ന പാട്ട് ഏതാ? അപ്പൊ ഞങ്ങള് അന്ന് പാടിയത് ഏതൊക്കെയാണ്? നമ്മുടെ ടോവിനോടെ പടത്തിലെ മിന്നലവള പാടാറുണ്ട്. മിന്നലവള പാടാൻ പറ്റുമോ? നല്ല പാടാം. പിന്നെ കുഞ്ഞിക്കുളിമേഘം പാടാറുണ്ട്. ഏതാ ഏറ്റവും കുഞ്ഞിക്കുളിമേഘമേല് ഇവള് കോറസ് പാടിയിട്ടുണ്ട്. അത് പാടിക്കേ, ഞാൻ പാടിയിട്ട് പാടാം. ഓക്കെ, കോറസ് പോഷാകുമ്പോ മോള് പാടും. അത് പാടാം അല്ലേ? മിക്ക പടത്തിലും പാടിയിട്ടുണ്ട്. ചിലത് എനിക്കറിയില്ല കേട്ടോ. ഇവള് പാടിയത് നീയാണോ ആശാനിലെ പാട്ട് പാടിയത്?
എനിക്ക് ഒന്നാമത്തെ കാര്യം എല്ലാ സെക്ഷനിലും പോകാൻ പറ്റാറില്ല. കാരണം സ്പോട്ടിഫൈയിൽ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടുണ്ടോ മകളുടെ? ഇല്ല, അത് എന്നോട് ഇപ്പൊ പർവതീഷും പറഞ്ഞു അത് ഉണ്ടാക്കണം. ഉണ്ടാക്കണമെന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയില്ല, അതിനെ കുറിച്ച് പുതിയൊരു മാനദണ്ഡമാണ് സ്പോട്ടിഫൈയിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്, എത്ര പേര് കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റൂലേ? ഉണ്ടാക്കാൻ പറ്റും, ക്രിയേറ്റർ ആവാൻ പറ്റും. അതൊന്ന് പറഞ്ഞു തന്നെ. പറഞ്ഞേ. ഇതെന്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് സൂരജ് പാടിയതാണ്. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ സൂരജിന്റെ കൂടെ ഫസ്റ്റ് ഡ്യൂറ്റ് പാടാൻ പറ്റി നോക്ക്. അതിന്റെ ഒരു അത് നമുക്ക് വലിയൊരു സന്തോഷമുണ്ട്. ഞങ്ങളൊക്കെ ഒരേ ഇതില് വന്നവരാ, സമയത്ത് വന്നവരാ. കുഞ്ഞിക്കവിൽ മേഘമേ തുള്ളിത്തൂളും വാതെ നീ പഞ്ഞിച്ചുരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ വെറുമൊരു തൂവൽ കൊണ്ടു മുറിയും ചെറുമൂന നോക്കുകൊണ്ടു വിളറും ഒരു നേർത്ത പൈതലിൻ്റെ മുഖമേ വിങ്ങിപ്പിടയാതെ നീ. വെറുതെ ഈ നൊമ്പരമിതോ വെറുതെ 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 ഈ നൊമ്പരമിതോ വെറുതെ. ബ്യൂട്ടിഫുൾ, അടിപൊളി അടിപൊളി, നൈസ് നൈസ് നൈസ്. രണ്ടുപേരുടെയും മ്യൂസിക്കൽ ജേർണി ഒരുപാട് മുന്നോട്ട് പോകട്ടെ. ഈ പറഞ്ഞ പോലെ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സും ഉണ്ടല്ലോ ഇനി അങ്ങോട്ടേക്ക് കൊളാബറേറ്റ് ചെയ്യാൻ. മകൾക്ക് ഇളയരാജ ഉണ്ട്, A.R. റഹ്മാൻ ഉണ്ട്, അനിരുദ്ധ് ഉണ്ട്, അവരൊക്കെ വേറെ ലെവലാണ്. അതെ അതെ. അല്ല, അവരൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ഈ പറഞ്ഞ ഒരു പേരിന്റെയോ അല്ലെങ്കിൽ ഒരു പാരമ്പര്യത്തിനോ ഒന്നും പുറത്തല്ല ഇപ്പൊ ആളുകളെ പിക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യം മോൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ആളുകളിലേക്കൊക്കെ എത്തട്ടെ. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരിക്കൽ നിയർ ഫ്യൂച്ചറിൽ ഒരു പാൻ ഇന്ത്യൻ ഫിനോമിന ആയി മാറട്ടെ എന്നുള്ള. Thank you for the time. Thank you for the songs. Thank you so much. Thank you.